നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചുറ്റും തുറമുഖങ്ങൾ കൊണ്ട് വേലി തീർക്കുന്ന ചൈനയ്ക്കുള്ള മറുപടിയായാണ് ഇന്ത്യ ചബഹാർ തുറമുഖ നടത്തിപ്പിന് ഇറാനുമായുള്ള കരാറിൽ ഒപ്പുവെച്ചത്. ഇതുവഴി മധ്യേഷ്യയിലേക്കും അതുവഴി യൂറോപ്പിലേക്കുമുള്ള ചരക്കു ഗതാഗതത്തിൽ ചൈനയെയും പാകിസ്ഥാനെയും മറികടക്കാം എന്ന പ്രതീക്ഷയാണ് ഇന്ത്യക്കുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചതോടെ ഈ കരാറിന്റെയും പാതയുടെയും ഭാവി എന്താകും എന്നൊരു ആശങ്കയാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത്. എന്താവും പദ്ധതിയോടുള്ള പുതിയ ഭരണകൂടത്തിന്റെ സമീപനം എന്നതാണ് ആശങ്കയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ളത്. ചബഹാർ തുറമുഖം ഏറ്റെടുക്കാനുള്ള ഇന്ത്യയുടെ നീക്കത്തിന് വർഷങ്ങളുടെ പഴക്കമാണുള്ളത്. 2002 ഇറാന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ ഹസൻ റുഹാനി പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ഖദാമിയുടെ നിർദ്ദേശപ്രകാരം അന്നത്തെ ഇന്ത്യൻ ദേശീയ ഉപദേഷ്ടാവായ ബ്രിജേഷ് മിശ്രയുമായി ചർച്ച നടത്തിയിരുന്നു. 2003 ജനുവരിയിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി വാജ്പേയിയും ഖദാമിയും കരാറിൽ ഒപ്പിട്ടു. എന്നാൽ ആ സമയത്താണ് അമേരിക്ക ഇറാനുമേൽ ഉപരോധം ഏർപ്പെടുത്തിയത്. ഇതോടെ ഇറാനുമായുള്ള ഇടപാടുകൾ ഉപേക്ഷിക്കാൻ ഇന്ത്യ നിർബന്ധിതരായി. ചബഹാർ അനിശ്ചിതത്വത്തിലുമായി. ഇറാനുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്നവർ ഉപരോധം നേരിടേണ്ടി വരും എന്ന അമേരിക്ക മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. കഴിഞ്ഞ 3 വർഷങ്ങൾക്കിടയിൽ 6000-ഓളം ഉപരോധങ്ങളാണ് ഇറാനുമേൽ US പ്രഖ്യാപിച്ചത്. പാക് മണ്ണിലൂടെയുള്ള ചരക്കു നീക്കം ഇന്ത്യയെ സംബന്ധിച്ച് അസാധ്യമായതിനാൽ തന്നെ കടൽ മാർഗം യൂറോപ്പിലെത്തി അവിടെ നിന്നും കരമാർഗം മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്ക് കടക്കുക എന്ന വഴി മാത്രമേ ഇന്ത്യക്ക് മുന്നിലുള്ളൂ. എന്നാൽ ആ മാർഗം വളരെ ചെലവേറിയതാണ്. അങ്ങനെയുള്ളപ്പോൾ അഫ്ഗാൻ ആവശ്യമായ ചരക്കുകൾ എത്തിക്കാൻ ഇന്ത്യക്കുള്ള എളുപ്പവഴിയാണ് ചബഹാർ. അതുകൊണ്ട് തന്നെ ചബഹാർ ഇന്ത്യക്ക് ഏറെ പ്രധാനപ്പെട്ടതുമാണ്. എന്നാൽ ഇത് നിലവിൽ വരുന്നതോടെ വെട്ടിലാകുന്നത് ചൈനയാണ്. ഇന്ത്യക്ക് ചുറ്റും തുറമുഖങ്ങൾ തീർത്ത് ഇന്ത്യയെ കെണിയിലാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ചൈന. ഉദാഹരണത്തിന് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആധിപത്യം സ്ഥാപിച്ച് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനുള്ള ചൈനയുടെ തന്ത്രപരമായ നയമാണ് സ്ട്രിംഗ് ഓഫ് പേൾസ്. ജിബൂട്ടിയിലെ സൈനിക താവളം ചൈന നവീകരിക്കുന്നു എന്ന രീതിയിൽ ഇടയ്ക്ക് പുറത്തുവന്ന വാർത്തയും ഇതിന്റെ ഭാഗമാണ്. കടക്കെണി തന്ത്രത്തിലൂടെയും ചൈന നല്ലൊരു പങ്ക് രാജ്യങ്ങളിലും ആധിപത്യം ഉറപ്പിച്ചിട്ടുണ്ട്. ചബഹാറിന്റെ നിയന്ത്രണം ഇന്ത്യയുടെ കൈകളിൽ എത്തുന്നതോടെ ഇന്ത്യയും ആ മേഖലകളിൽ വ്യക്തമായ സാന്നിധ്യം ഉറപ്പിക്കും. ചൈനയുടെ സ്ട്രിംഗ് ഓഫ് പേൾസിനെതിരെ മറുതന്ത്രമായി ഇന്ത്യ പുറത്തിറക്കിയ നെക്ലസ് ഓഫ് ഡയമണ്ട് നയത്തിന്റെ ഭാഗമായും ഇതിനെ കാണാവുന്നതാണ്. കൂടാതെ ആധുനിക പട്ടുപാത എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് എന്ന ഷീ ജിൻപിങ്ങിന്റെ സ്വപ്ന പദ്ധതിക്കും അതിന്റെ ഭാഗമായി നവീകരിച്ച പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖത്തിനും ചബഹാറും INCTയും തീർച്ചയായും തിരിച്ചടി തന്നെയാണ്. INST സജീവമാകുമ്പോൾ അത് ചൈനയ്ക്ക് ഉയർത്തുന്ന വെല്ലുവിളി നിസ്സാരമൊന്നുമല്ല. INSTCയിലൂടെ ഇന്ത്യയുടെ ചരക്ക് നീക്കം വേഗത്തിലാകുന്നതും രാജ്യത്തിന് പദ്ധതിയിൽ വലിയ പ്രാധാന്യം ലഭിക്കുന്നതും ചൈനയ്ക്ക് വെല്ലുവിളിയാകും. ഒപ്പം തന്നെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് സാമ്പത്തിക ബാധ്യതയാകുമോ എന്ന് പേടിച്ച് ചില രാജ്യങ്ങൾ മാറി നിൽക്കുന്നുണ്ട്. ഇതും ചൈനയ്ക്ക് തിരിച്ചടി തന്നെയാണ്. ഇറ്റലി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ BRIയിൽ നിന്ന് പിന്മാറിയിരുന്നു. യൂറോപ്പിലെ വ്യാപാരികളെ സംബന്ധിച്ചും ആകർഷകമായ ഒന്ന് INSTCയാണ്. സൂയസ് കനാലിലുള്ള വാണിജ്യപാതയേക്കാൾ 13 ദിവസങ്ങൾ കുറവ് മതി INSTC വഴിയുള്ള ചരക്കു നീക്കം. ഈ സാഹചര്യത്തിലും ഇടനാഴി കൊണ്ട് ഇന്ത്യക്ക് കൂടുതൽ നേട്ടമുണ്ടാകാം. നീണ്ട കാലത്തെ അനിശ്ചിതത്തിനൊടുവിലാണ് ഇപ്പോൾ ചബഹാർ തുറമുഖത്തിന്റെ ഷാഹിദ് ബെഹസ്തി ടെർമിനലിന്റെ നടത്തിപ്പിനായി ഇന്ത്യയും ഇറാനും കരാർ ഒപ്പിടുന്നത്. 10 വർഷത്തേക്ക് ഇന്ത്യക്കാണ് നടത്തിപ്പ് ചുമതല. ഒരു വിദേശ തുറമുഖത്തിന്റെ നടത്തിപ്പ് ചുമതല ഇന്ത്യ ഏറ്റെടുക്കുന്നത് തന്നെ ഇതാദ്യമായാണ്. ഇറാന്റെ സിസ്താൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ആഴക്കടൽ തുറമുഖമാണ് ചബഹാർ. ഇന്ത്യയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഇറാനിയൻ തുറമുഖവും ചബഹാർ തന്നെയാണ്. കൂറ്റൻ ചരക്കു കപ്പലുകൾ ഉൾപ്പെടെ അവയ്ക്ക് എത്താൻ കഴിയുന്ന മേഖലയിലാണ് തുറമുഖം സ്ഥിതി ചെയ്യുന്നതും. വലിയ ഇന്ധന നിക്ഷേപമുള്ള മേഖലയാണ് ഇത് എന്നാണ് ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യം. ഇന്ത്യയും ഇറാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ത്രികക്ഷി വ്യാപാരത്തിനും വാണിജ്യത്തിനും തുറമുഖം സഹായകരമാകും എന്നാണ് കേന്ദ്ര തുറമുഖ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ചബഹാറിൽ $120 മില്യൺ ഇന്ത്യ നിക്ഷേപിച്ചത്. തുറമുഖത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന പദ്ധതിക്കായി $250 മില്യൺ വായ്പയായും നൽകും. അഫ്ഗാനിസ്ഥാനുമായും മധ്യേഷ്യൻ രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധങ്ങൾക്കുള്ള കവാടമായി ചബഹാർ മാറുമെന്നാണ് പ്രതീക്ഷ. കേന്ദ്ര തുറമുഖ മന്ത്രി സർബാനന്ദ സോനോവാളിന്റെയും ഇറാൻ ഗതാഗത മന്ത്രി മെഹർസാദ് ബസർപാഷിന്റെയും സാന്നിധ്യത്തിൽ കേന്ദ്രത്തിന് കീഴിലുള്ള ഇന്ത്യ പോർട്ട് ഗ്ലോബൽ ലിമിറ്റഡ് കമ്പനിയും ഇറാനിലെ പോർട്ട് ആൻഡ് മാരിടൈം ഓർഗനൈസേഷനുമാണ് ഈ കരാറിൽ ഒപ്പുവച്ചിരുന്നത്. ഈ അവസരത്തിൽ ചബഹാർ കരാർ അട്ടിമറിക്കാൻ ചൈന എന്തും ചെയ്തേക്കും എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത്. മലയാളി വാർത്ത ഇൻസൈഡ്.
ചെയ്യുക.